വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം ഹൈക്കോടതിയിൽ നടന്നത്. ഒരു തരത്തിലുള്ള ആനുകൂല്യവും പി.സി. ജോർജിന് നൽകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പി.സി. ജോർജിന് പ്രത്യേകിച്ച് ഒരു പരിഗണന തരാനാവില്ലെന്നും അതിനുള്ള അർഹത പി.സി. ജോർജിനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ജനം ടിവിയിൽ നടന്ന ഒരു ചർച്ചയിൽ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നും മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും ഭീകരവാദികളാണെന്നും ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയത് മുഴുവൻ മുസ്ലിങ്ങളാണെന്നും മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് ഭീഷണിയാണെന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ഗൗരവമായ വിദ്വേഷ പരാമർശങ്ങളാണ്, വർഗീയ പ്രചരണമാണ് പി.സി. ജോർജ് എന്ന തെമ്മാടി ചാനൽ ചർച്ചയിലൂടെ നടത്തിയത്. ഇതിനെതിരെ വ്യാപകമായ പരാതികൾ വരികയും പലരും പി.സി. ജോർജിനെതിരെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഒന്നിലധികം കേസുകൾ കൊടുത്തെങ്കിലും പോലീസ് ആ പരാതി പരിഗണിക്കാനോ അയാളെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായില്ല. അവസാനം ഗത്യന്തരമില്ലാതെ പി.സി. ജോർജ് മുസ്ലിം സമൂഹത്തിനോട് മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ പി.സി. ജോർജിന്റെ മാപ്പും കോപ്പും മുസ്ലിങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയും മുസ്ലിം സംഘടനകൾ പരാതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പി.സി. ജോർജിനെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അവസാനം അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞതോടെ പിണറായിയുടെ പോലീസ് എത്രയും പെട്ടെന്ന് ഈ നികൃഷ്ട ജീവിയെ, ഈ തീവ്രവാദിയെ, ഈ സാമൂഹ്യ ദ്രോഹിയെ, ഈ സ്ത്രീ വിരുദ്ധനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ആർജവം കാണിക്കണം. പി.സി. ജോർജ് എന്ന തെമ്മാടി വാ തുറക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്നുകിൽ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറയാൻ, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്താൻ. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ച് ഇവന്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ അങ്ങേയറ്റം ഹീനവും സ്ത്രീവിരുദ്ധവുമായ പരാമർശങ്ങളായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് തന്റെ മാറിടത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്ത ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ച് പി.സി. ജോർജിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടാൽ അവന്റെ മുഖമടച്ച് രണ്ടെണ്ണം കൊടുക്കാൻ ഒരു മലയാളിയും രണ്ടാമതൊന്നും ആലോചിക്കില്ല. എടാ പി.സി. ജോർജ് പരമനാറി, നിനക്ക് പോയി ചത്തൂടെ? നീ എന്തിനാണ് ഈ ഭൂമിക്ക് ഭാരമായി ഇങ്ങനെ ജീവിച്ചു തീർക്കുന്നത്? നീ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ അവരുടെ മതവും ജാതിയും നോക്കി സ്ത്രീകളെയൊക്കെ നിനക്ക് വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ ആരാടാനാറി നിനക്ക് ലൈസൻസ് തന്നത്? നീയും നിന്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തന്നെയല്ലേ വളർന്നത്? നിന്റെ മക്കളും അവരുടെ അമ്മയുടെ, അതായത് നിന്റെ ഭാര്യയുടെ മുലപ്പാൽ കുടിച്ച് തന്നെയല്ലേ വളർന്നത്? നിന്റെ മകന്റെ മക്കളും അവന്റെ ഭാര്യയുടെ, അതായത് നിന്റെ മരുമകന്റെ മുലപ്പാൽ കുടിച്ചല്ലേ വളർന്നത്? പിന്നെ എന്ത് ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണിയുടെ ഭാര്യയുടെ വിഷയത്തിൽ ഇത്രയും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ നീ സംസാരിച്ചത്? നീ ആരാണ് ഈ നാട്ടിലെ? നിനക്കിവിടെ എന്ത് സ്ഥാനമാണുള്ളത്? എന്ത് വിലയാണ് നിനക്കുള്ളത്? കാട്ടുപോത്തിന് കാട്ടുപന്നയിൽ ഉണ്ടായ പടക്കുരുപ്പെന്നല്ലേടാ നിന്റെ കുടുംബക്കാർ പോലും നിന്നെ വിശേഷിപ്പിക്കുന്നത്? നിന്റെ നാട്ടുകാർ പോലും നിന്നെ വിളിക്കുന്നത് അങ്ങനെയല്ലേ? നിന്റെ നാട്ടുകാർ പോലും നിന്നെ അങ്ങനെയല്ലേ കാണുന്നത്? അങ്ങനെയല്ലേ നിന്നെ അവർ വിലയിരുത്തുന്നത്? ആ നിനക്ക് എന്ത് വിലയാണ് ഈ നാട്ടിലുള്ളത്? എന്ത് സ്വാധീനമാണ് നിനക്ക് ജനങ്ങൾക്കിടയിലുള്ളത്? നീ ദിവസവും രാവിലെ അലക്കി തേച്ച വെള്ളയിട്ടോട് പുറത്തിറങ്ങി ഈ കാണുന്ന സ്ത്രീകളെയും മനുഷ്യരെയൊക്കെ പുലഭ്യം പറയുമ്പോൾ നിന്റെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട് എന്ന ബോധം നിനക്ക് എന്താണെന്ന് അറിയില്ലാത്തത്? ജോസ് കെ മാണിയുടെ ഭാര്യയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തെങ്കിൽ അതേ അസുഖം നാളെ നിന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും വരില്ലാന്ന് എന്താണ് ഉറപ്പ്? അത്തരം രോഗം വന്ന ഒരു സ്ത്രീ, ആ രോഗത്തെ അതിജീവിച്ച ഒരു സ്ത്രീ, ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ സ്ത്രീകളാരും അതിൽ ചൂളിപ്പോകാതെ, ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോകാതെ അതിനെതിരെ മുൻകരുതൽ എടുത്ത് പോരാടി ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് അത്തരത്തിലൊരു സന്ദേശവുമായി സ്ത്രീജനങ്ങളെ ബോധവൽക്കരിക്കാൻ മുന്നിട്ടിറങ്ങിയ ജോസ് കെ മാണിയുടെ ഭാര്യയെ ഈ രീതിയിൽ അപമാനിക്കാനും ആക്ഷേപിക്കാനും നിനക്കാരാടാണ് ഈ ലൈസൻസ് തന്നത്? അതുകൊണ്ട് ഇത് കുറച്ചു കാലം നീ അകത്ത് പോയി കിടക്ക്. അവിടെ കിടക്കുമ്പോൾ നീ ആലോചിക്കുക, സമൂഹത്തിൽ ഇറങ്ങി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, ഏതുതരം വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്? മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ വർഗീയത പറയാതെ, ജനങ്ങൾക്കിടയിൽ വിഭാഗ്യത ഉണ്ടാക്കാതെ നമ്മുടെ സഹോദരിമാരോട് എങ്ങനെ ഇടപഴകണമെന്നും എങ്ങനെ പെരുമാറണമെന്നും മാന്യമായി എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ പഠിച്ചിട്ട് വേണം ഇനി നീ പുറത്തിറങ്ങാൻ. അതല്ല എങ്കിൽ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ജയിലിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും.